ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് നൈറ്റി തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇലാസ്റ്റിക് നൈറ്റിയാണ്. അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ എങ്ങനെയാണ് ഒരു അളവ് നൈറ്റിയൊക്കെ കിട്ടുകയാണെങ്കിൽ ആ നൈറ്റിൽ നിന്നും എങ്ങനെ നമുക്ക് കറക്റ്റ് അളവ് എടുക്കാം, എങ്ങനെ നമുക്കത് കട്ട് ചെയ്യാം, എലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇലാസ്റ്റിക് നൈറ്റി തയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ മടക്കിയിടുന്നത് പോലെ തന്നെ നമ്മൾ മടക്കിയിടരുത്. കാരണം ഇത് നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രണ്ടായിട്ട് നീളത്തിന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തുണി മടക്കണതും എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നെയ്റ്റി തുണി ഇതുപോലെ നീളത്തിനായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഇതുപോലെ ഒന്നും കൂടി രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ 4 ലെയറിലായിട്ടാണ് നമ്മൾ സാധാരണ നെയ്റ്റിയൊക്കെ കട്ട് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലീറ്റഡ് നൈറ്റി തയ്ക്കുമ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് തയ്ക്കാൻ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പ്ലീറ്റ് വേണം ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ആ പ്ലീറ്റ് വരുന്ന ഇലാസ്റ്റിക് വെക്കണോടത്ത് നമുക്ക് ആ ഒരു ലെങ്ത്തിൽ ആദ്യം കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് യോക്ക് പാർട്ട് നമ്മൾ വേറെ കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നൈറ്റി തുണി കിട്ടുമ്പോൾ ഇതുപോലെ നീളത്തിന് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുക ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ സാധാ ഒരു നൈറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ ലെങ്ത്ത് എടുക്കുക. സീം എലമെൻറ്റ്സ് അടക്കം കൂട്ടിയിട്ടുള്ള ലെങ്ത്ത് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ചോക്കൊന്ന് മാറ്റട്ടെ, കാരണം നിങ്ങൾക്കത് കാണില്ല. അതിന്മേൽ വരക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ചോക്ക് കൊണ്ട്. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. നമ്മളിനി താഴെ ഭാഗത്തു നിന്നും മുകളിലേക്ക് നമ്മൾ ലെങ്ത്ത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ മടക്കി തയ്ക്കാനും കൂടി കണ്ടിട്ടുള്ള നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. പിന്നെ കൈക്കുഴി, ചെസ്റ്റ് ഷേപ്പ്, പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ കുറച്ച് ഷേപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണത് നല്ലതാണ്. ഇതുപോലെ നമ്മൾ സാധാ ഒരു നൈറ്റിക്ക് നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മളെ കൈക്കുഴി 1 ഇഞ്ച് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുക ബാക്ക് പാർട്ട്. ഞാനിവിടെ ബീന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം ഒന്ന് കുഴിച്ച് കർവ് ചെയ്തെടുക്കുക. 1 ഇഞ്ചിലേക്ക് ഇതുപോലെ കുഴിച്ച് കർവ് ചെയ്തെടുത്തിട്ട് നമ്മളിതാ ഷോൾഡർ മുതൽ ഇതുവരെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുണി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പറിൽ കാണിച്ച് തന്നതാണ്. ഇതുപോലെ സീം എലമെൻറ്റ്സ് ഒക്കെ കൂട്ടിയിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ബാക്ക് പാർട്ടിനായിട്ട് ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഈ ഒരു തുണിയിൽ നിന്നും വേണം നമ്മൾ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ സ്ലീവൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബാക്ക് പാർട്ട് നമ്മൾ നൈറ്റി എങ്ങനെയാണോ കട്ട് ചെയ്യണത് വെച്ചാൽ അതുപോലെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് എത്രയാണോ ബാക്ക് പാർട്ടിൻ്റെ മൊത്തത്തിൽ ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നമ്മൾ സീം എലമെൻറ്റ്സോട് കൂടിയിട്ടോ. താഴെ നമുക്ക് മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള മൊത്തത്തിലുള്ള തയ്യൽ തുമ്പോട് കൂടിയാണ് നമ്മൾ സുമാറായിട്ടൊരു താൽക്കാലികം ഞാൻ 40 ഇഞ്ച് ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മൊത്തം ലെങ്ത്ത് നമുക്ക് 40 ഇഞ്ച്, അതാണ് നമുക്ക് നൈറ്റിയുടെ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് നെക്ക് നമുക്ക് എത്ര ആണോ നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ ആ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മൊത്തം ലെങ്ത്തിൽ നിന്നും നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ അത് എത്രയും നോക്കുക. അപ്പോൾ 40 നിന്നും ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 5 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ 40 നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 35 ഇഞ്ചാണ്.
35ൻ്റെ കൂടെ ഇനി നമുക്ക് നമ്മൾ അവിടെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് എലാസ്റ്റിക് വെക്കണമല്ലോ. എലാസ്റ്റിക് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ഒരു 2 ഇഞ്ച് കൂടി കൊടുത്താൽ നമുക്ക് എത്ര നമുക്ക് മൊത്തം ലെങ്ത്ത് കിട്ടും? 35 + 2 = 37 ഇഞ്ചാണ് നമുക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്നും ഫ്രണ്ട് ഭാഗം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ 37 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ താഴെ ഭാഗത്ത് നിന്നും 37 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഇത് നേരെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യട്ടോ. ഇതൊട്ടും അറിയാത്തവർക്കാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇത്ര ഭാഗം ഉണ്ടാവും. നമുക്കിനി യോക്ക് ഭാഗമൊക്കെ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്താണല്ലോ. അപ്പോൾ ഈ 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വീതി നിവർത്തിയിടുമ്പോൾ നമുക്ക് നെക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരു കറക്റ്റ് അളവ്. ഇപ്പോൾ നമുക്ക് നെക്കിൻ്റെ വീതി ഒരു 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5 ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക, കറക്റ്റ് 5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് 2 സൈഡിലും 5 ഇഞ്ച് തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നിവർത്തുമ്പോൾ നമ്മളെ നെക്കിൻ്റെ ഇരട്ടി വീതിയാണ് നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് കിട്ടുക. ഇവിടെ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കണ ഈ ഒരു സ്പേസ്. അപ്പോൾ നമുക്ക് അവിടെ ഇരട്ടി ഈ ഒരു സ്പേസിൽ വരും. വന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചുരുക്കുകളായിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിനാണ് നമ്മളിവിടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ എലാസ്റ്റിക് കവർ ചെയ്ത് മടക്കിയതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ ചുരുക്കുകൾ വരും. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് പേപ്പറിൽ കാണിച്ചു തരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ തുണിയിലൊന്ന് കട്ട് ചെയ്ത് ശരിക്കും നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് യോക്ക് ഭാഗം കട്ട് ചെയ്യുന്നതും ഇതുപോലെ എലാസ്റ്റിക് എങ്ങനെ വരിക എന്നൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടെ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ബാക്കി വരുന്ന ഈ ഒരു തുണിയിൽ നിന്നാണ് നമ്മൾ യോക്ക് ഭാഗവും അതുപോലെ തന്നെ സ്ലീവൊക്കെ കട്ട് ചെയ്യേണ്ടത്. യോക്ക് പാർട്ട് നമ്മൾ ഇവിടെയാണ് വെച്ചെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നെയ്റ്റി തുണിയിൽ കാണിച്ച് തരാം. അപ്പോൾ ഞാൻ നെയ്റ്റി തുണി ഇതട്ടോ നമ്മൾ ഇവിടെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാർട്ട് പേപ്പറിൽ കാണിച്ച് തന്നാലേ നമ്മൾ നെയ്റ്റി തുണി എങ്ങനെയാണ് മടക്കി ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒറ്റ ലെയർ നമ്മൾ ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അളവ് നെയ്റ്റിയും ഇതുപോലെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അളവ് നെയ്റ്റിൽ നിന്നും കറക്റ്റ് അളവ് നമ്മൾ ഷോൾഡർ മുതൽ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്നും വേണം കേട്ടോ നമ്മൾ അളവെടുക്കാൻ. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ടേപ്പ് വെച്ച് കൊടുത്തിട്ട് താഴെ ഭാഗം വരെ നമുക്ക് കറക്റ്റ് അളവ് എത്രയാണ് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 48 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, 49 ഇഞ്ചാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നെയ്റ്റി തുണി ആകുമ്പോൾ അലക്കി കഴിയുമ്പോൾ ചുരുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറി വന്നാൽ നമുക്ക് താഴെ ഭാഗത്ത് മടക്കി തയ്ച്ചാൽ മതി. പക്ഷെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 49 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മേലെ താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ചും പിന്നെ മേലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ 51 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷീറ്റുമ്മക്ക് മഴത്തുള്ളി ചാടുന്ന സൗണ്ടാണ് ഇതിൽ കലപ്പില നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്റ്റ് തുണിയുടെ ഈ ഒരറ്റം ഇതുപോലെ 2ആക്കിയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ് അധികം പേർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും അല്ലേ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നൈറ്റി കട്ടിങ്. അപ്പോൾ സാധാരണ ഒരു നൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാക്ക് പാർട്ടിന് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് നമ്മൾ
അളവെടുത്തല്ല. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമുക്ക് ഇവിടെ അറ്റത്ത് നിന്നും താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത്ത് നോക്കാം. നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 51 ഇഞ്ചാണല്ലോ. അപ്പോൾ ആ ഒരു 51 ഇഞ്ചിലേക്ക് ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ 51 ഇഞ്ച് ഇവിടെയാണ് നമുക്ക് ബാക്ക് പാർട്ടിന് നമ്മളെ നൈറ്റിയുടെ മൊത്തം നമുക്ക് ലെങ്ത്ത് വേണ്ടത്, സീം അലവൻസ് അടക്കം വേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും വേണം നമുക്ക് ഷോൾഡർ, കൈക്കുഴി, ആം ഹോള് ഒക്കെ നമുക്ക് വരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല. ഇത് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അളവാണ്. അപ്പോൾ ഷോൾഡർ എത്ര വീതി ഉണ്ട് നമുക്ക് അളവ് നെയ്റ്റിൽ നിന്നും അളവെടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ നെയ്റ്റ് ഇതാ ഇതുപോലെ കറക്റ്റാക്കി നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചെടുക്കുക. ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഇതുപോലെ സ്കെയിലോ അല്ലെങ്കിൽ ബുക്ക് എന്താ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റാക്കി നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവിടെ നിന്നും ആ നെക്ക് ഉൾപ്പെടെയുള്ള വീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു കറക്റ്റ് ഭാഗം ഉണ്ടല്ലോ അതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മുകളിലേക്കൊന്ന് ഒന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ നമ്മളെ ഈ തയ്യൽ കിടക്കണമെന്ന് വെച്ചാൽ ആ ഒരു തയ്യലിൻ്റെ ഭാഗം ആദ്യം മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് വെച്ചാൽ 6 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യണത്. ഇതുപോലെ 6.5 ഇഞ്ച് ഞാൻ കൈക്കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോറി കേട്ടോ കൈക്കുഴി എന്നാണ് പറഞ്ഞത്, നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയാണ്. അപ്പോൾ ഞാൻ കൈക്കുഴി ഇതുപോലെ ബാക്ക് ഭാഗം എടുക്കുക. കാരണം ഫ്രണ്ട് നമ്മൾ എടുക്കരുത്, ബാക്ക് ഭാഗം ഇതുപോലെ എടുക്കുക കേട്ടോ. നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയുടെ ഇതൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ നിന്നും അളവെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൈക്കുഴിയുടെ ആ തയ്യലും നമ്മൾ ഷേപ്പ് ചെയ്ത് ഈ ഒരു തയ്യലും കൂടി യോജിച്ച് കിടക്കണം. ഈ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്നും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ നമുക്ക് ആണ് കൈക്കുഴി വേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചാൽ നമുക്ക് 7 ഇഞ്ചാണ് വീതി കിട്ടുക. കണ്ടില്ലേ, ഇത് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരുമ്പോൾ 6.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ കൈക്കുഴി 6.75 ഞാനിവിടെ മാർക്ക് ചെയ്യണത്. 7 ഇഞ്ച് ഞാൻ എടുക്കണില്ല കേട്ടോ, കാരണം കുറച്ച് ലൂസാണ്. അപ്പോൾ കുറച്ച് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് 6.75 ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6.75 ഞാൻ കൈക്കുഴി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് വണ്ണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് തന്നെ കറക്റ്റാക്കി കൊടുക്കുക. ഞാനിത് തീരെ ഒട്ടും വണ്ണമില്ലാത്തവരായതുകൊണ്ട് ഞാൻ 6.75 കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൂടിയും കൊടുക്കുമ്പോൾ നമുക്കൊരു 6.75 വേണം. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മതിയാവും. അപ്പോൾ ഞാൻ 6.75 ഞാൻ കൈക്കുഴി കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വീതി ഈ ഒരു അളവിൽ നിന്നും ഈ ഒരു തയ്യൽ മുതൽ നമ്മൾ അങ്ങേ തയ്യൽ വരെ എത്രയാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടണത് നോക്കാം. അപ്പോൾ അളവ് നൈറ്റിൽ നിന്നും ഞാൻ ഈ ഒരു തയ്യൽ മുതൽ അങ്ങേ തയ്യൽ വരെ അളവെടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20ൻ്റെ പകുതി ആണ് നമുക്ക് പകുതിയാണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം നമുക്ക് ചുറ്റുള്ള അളവല്ല മൊത്തത്തിൽ കിട്ടുക, നമുക്ക് ഇതിൻ്റെ അരഭാഗമാണ് കിട്ടുക അല്ലേ, നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ അതിൻ്റെ പകുതി. അപ്പോൾ 20ൻ്റെ പകുതി നമുക്ക് 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് സീം അലവൻസ് എത്രയാണോ കൊടുക്കുന്നത്, തയ്യൽ തുമ്പ് എത്രയാണോ കൊടുക്കുന്നത് വെച്ചാൽ അതും കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ച്ച് വെക്കണവരാണെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പായിട്ട് കൊടുക്കട്ടോ. കാരണം നമ്മൾ അധികം തയ്യൽ തുമ്പ് മുക്കാൽ സ്ലീവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രം കൊടുത്തിട്ട് കട്ട് ചെയ്യണം ഒന്നും കൂടി നല്ലത്. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കട്ടെ. കാരണം നമുക്ക് 290ൻ്റെ നെയ്റ്റിയാണ്. 290ൻ്റെ നെയ്റ്റ് ബിറ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അധികം വീതിയും ലെങ്ത്തൊന്നും കിട്ടില്ല.
ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്തും ഷേപ്പിൻ്റെ വീതിയും ആദ്യം നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ ക്യാമറ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ ഷേപ്പ് ലെങ്ത്തൊക്കെ നമ്മൾ ഇതുപോലെ ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും വേണം എടുക്കാൻ കേട്ടോ. നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് എവിടെയാണ് നമുക്ക് ആ ഒരു ഷേപ്പ് വരുന്നത് വെച്ചാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ഇതാ 12 ഇഞ്ചിലാണ് നമുക്ക് ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം കേട്ടോ ലെങ്ത്ത് കൂട്ടുമ്പോൾ. ഇനി നമുക്ക് ഇവിടുത്തെ വീതി നോക്കാം. ഈ ഒരു തയ്യൽ മുതൽ അങ്ങേ തയ്യൽ വരെയുള്ള വീതി എത്രയാണോ നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ ഷേപ്പിൻ്റെ അവിടുത്തെ വീതി നമുക്ക് 19 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 9.5 ഇഞ്ചാണ് നമ്മൾ നെയ്റ്റ് തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെയ്റ്റിയുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ച് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് 12.5 മാർക്ക് ചെയ്തു. അവിടുത്തെ വീതി 9.5 പിന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നെയ്റ്റ് തുണിയുടെ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എല്ലാ ഇറക്കെടുക്കുമ്പോഴും എല്ലാതും അവിടെ വെച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം അളവെടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 19 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം നീളം കുറഞ്ഞവർക്ക് 19 ഇഞ്ചിലൊക്കെയാണ് കിട്ടുക. 18 ഇഞ്ച് കുറച്ച് അധികം നീളമുള്ളവർക്ക് 20, 21, 22 ഒക്കെ ലെങ്ത്ത് വരും. അപ്പം ഇനി നമുക്ക് അവിടുത്തെ വീതി നോക്കാം. അപ്പോൾ അവിടുത്തെ വീതി നമുക്ക് 22 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 22ൻ്റെ പകുതി നമുക്ക് 11 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ 19.5 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 19.5 ഇഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 22ൻ്റെ പകുതി 11 ഇഞ്ച് അത് നമുക്കിവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി കുഴിച്ച് വരക്കാൻ 1 ഇഞ്ച് ഇതാ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഈ മൂലയിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ചിലൂടെ നമ്മളൊന്ന് കുഴിച്ച് കർവ് ചെയ്യുക. നമ്മളുടെ 1/2 ഇഞ്ചൊന്നും ഇവിടെ കുഴിച്ച് കർവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ബാക്ക് പാർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ 1 ഇഞ്ചിൽ ഇതുപോലെ കുഴിച്ച് കർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഇതിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഹിപ്പിൽ നിന്നും താഴെ ഭാഗത്തേക്ക് നേരെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വീതി വേണ്ടവർ ഇത്രയും കർവ് ചെയ്ത് വരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹിപ്പിൻ്റെ അവിടുന്ന് അല്പം ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ താഴെ വരെ വീതി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വണ്ണമില്ലാത്തവർക്ക് ഇവിടുത്തെ വീതിയൊക്കെ കുറക്കണതേക്കാരം ഒന്നും കൂടി ഭംഗി ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ അവിടെ ഓവറായിട്ട് അധികം വീതിയായിട്ട് ഇങ്ങനെ കിടക്കും. കാരണം ഫ്രണ്ടിൽ നിറയും കൂടി വരുമ്പോൾ ഹിപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് വീതിയായിട്ട് കിടക്കും. പിന്നെ നന്ന അടിവശം ഒട്ടും കുറയ്ക്കരുത്. നന്ന അടിവശത്തേക്ക് നമ്മളിതുപോലെ ചെരിച്ചു വിടുന്നിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. നന്ന അടിവശത്ത് ഞാൻ കുറച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വശത്ത് നിന്നാണല്ലോ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങേ വശത്ത് നിന്നുമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ഫ്രണ്ടിൻ്റെ ആദ്യം നമ്മൾ അളവ് നെയ്റ്റിൽ നിന്നും എങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം നമുക്ക് അളവെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇപ്പോൾ അളവ് നെയ്റ്റിയാണിത്. അപ്പോൾ അളവ് നെയ്റ്റിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം അളവെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിന് നമ്മൾ 51 ഇഞ്ചാണ് നമുക്ക് മൊത്തം ലെങ്ത്ത്. താഴെ മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും എല്ലാത്തിനും തയ്യൽ തുമ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ 51 ഇഞ്ചിലാണ് നമ്മൾ ബാക്ക് പാർട്ട് ലെങ്ത്ത് കട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ആദ്യം ഇതുപോലെ അളന്നെടുക്കുക. എത്രയാണോ നമുക്ക് ഫ്രണ്ട് നെക്കിന് ലെങ്ത്ത് വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വരെ നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 ഇഞ്ചാണ് നമ്മളെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം തയ്യൽ തുമ്പടക്കം നമുക്ക് 5.5 ഇഞ്ചിലാണ് നമുക്ക് ലെങ്ത്ത് ഇവിടെ വരുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ്
അപ്പോൾ 5 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഈ ഒരു 5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്നും ഈ ഒരു 5 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് കുറക്കുക. അപ്പോൾ നമ്മൾ 51 ഇഞ്ചിൽ നിന്നും 5 ഇഞ്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 46 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത്. ഈ 46 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. കാരണം ഇവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്ക് 46 ഇഞ്ചും കൂടി ഇവിടെ നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കണമല്ലോ. അതാ കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 46ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ 2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ നമുക്ക് 48 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളെ നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യുക, ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ മൊത്തം നമുക്കൊരു നൈറ്റിയുടെ കറക്റ്റ് അളവിൽ നിന്നും നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ലെങ്ത്ത് എടുക്കാൻ, ഫ്രണ്ടിൻ്റെ ഭാഗം ലെങ്ത്ത് എടുക്കാനും. അപ്പോൾ ഈ ഇലാസ്റ്റിക് നൈറ്റി തയ്ക്കാനും കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ നെറ്റിൽ നിന്നും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് വെച്ചാൽ അവിടെയാണല്ലോ നമ്മൾ ഇലാസ്റ്റിക് വരുന്നത്. ആ ഒരു ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 48 ഇഞ്ച്. ആ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. എന്തിനാ, നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇലാസ്റ്റിക് വെക്കാനുള്ള ലെങ്ത്തും കൂടിയും കൂട്ടിയിട്ട് ഞാനിതാ ഇവിടെ 48 ഇഞ്ചിൽ ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്നും ഇലാസ്റ്റിക് വെക്കാനുള്ള ഈ 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കണത്. അപ്പോൾ അതിന് 2 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതാ ഒരു ലൈൻ വരച്ചെടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെയും 2 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. അപ്പോൾ അളവ് നെറ്റിൽ നിന്ന് നമുക്ക് വീതി ഒന്ന് അളവെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും എത്രയാണോ നമ്മൾ ഇങ്ങേ ഭാഗത്തേക്കുള്ള വീതി ഒന്ന് അളവെടുക്കുക. അപ്പോൾ ടേപ്പ് ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നെക്കിൻ്റെ വീതി എത്രയാണ് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഇതാ ഇവിടെ നിന്നും ഇങ്ങോട്ട് നമുക്ക് എത്ര അവിടെ വീതി കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ 5 ഇഞ്ചാണ് നമുക്ക് വീതി കിട്ടണത്. അപ്പോൾ ഈ ഒരു 5 ഇഞ്ച് നമ്മൾ ഈ ഒരു ക്ലോസ് ആയ വശത്ത് വേണം അളവെടുക്കാൻ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ് ആണ്. ഈ ക്ലോസ് വശത്ത് നിന്നും ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പുറ ഭാഗത്ത് കേട്ടോ, ഇങ്ങേ ഭാഗത്തും ഇതുപോലെ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം. അപ്പം നിവർത്തുമ്പോൾ നമുക്ക് കിട്ടുക 10 ഇഞ്ചാണ്. കാരണം 5 ഇഞ്ചും നമ്മൾ 2 വശത്തായിട്ട് മാർക്ക് ചെയ്തിടണമല്ലോ. ഇനി ഇത് നമുക്ക് 5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചുരുക്ക് വരും ഇത് തയ്ക്കുമ്പോൾ, നമ്മൾ എലാസ്റ്റിക് ഇടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഇരട്ടി കൊടുക്കട്ടോ. അപ്പം നെക്കിൻ്റെ ഇരട്ടി. അപ്പോൾ നമുക്ക് അളക്കുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ നെക്ക് വീതി എത്രയാണോ അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണം, യോക്ക് ഭാഗമൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ നിന്നും വേണം നമുക്ക് സ്ലീവും കട്ട് ചെയ്യാൻ, യോക്ക് ഭാഗം കട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിന് കൈക്കുഴി വേണമല്ലോ. അപ്പോൾ കൈക്കുഴി നമ്മൾ ഈ അളവ് നെറ്റിൽ നിന്നും എടുക്കണതിലേറെ നല്ലത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത നെറ്റി തുണി ഉണ്ടല്ലോ, നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ഇതിൽ നിന്നും വേണം നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് അളവെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. ഈ 10.5 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആ ഒരു അളവെടുക്കുക. നമുക്ക് കൈക്കുഴിയുടെ ഭാഗം ഏറെ കുറവ് ഒന്നും വരില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം, അതുപോലെ തന്നെ വീതി നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ ഒരു തയ്യലുണ്ടല്ലോ, ഈ തയ്യൽ മുതൽ വേണം സ്ലീവിൻ്റെ താഴെ ഭാഗം വരെയുള്ള ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 7 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വീതി നോക്കാം. അപ്പോൾ ലെങ്ത്ത് 7 ഇഞ്ച്. നമുക്ക് ഈ താഴെ ഭാഗത്ത് വീതി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് വീതി കറക്റ്റായിട്ട് തന്നെ വലിച്ചു പിടിച്ച് കറക്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ വീതി കിട്ടിയിട്ടുള്ളത് 5
5.25 അപ്പോൾ 5.25 നമുക്ക് വീതി, താഴെ ഭാഗത്തുള്ള വീതി 5.25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അളവും കൂടിയും എടുക്കട്ടെ. ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ അളവും ഒന്ന് എടുക്കുക. കാരണം തുടക്കക്കാരാകുമ്പോൾ ഇവിടുത്തെ അളവൊക്കെ ഒന്ന് എടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ലീവ് നല്ലൊരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. അപ്പം നമുക്ക് സ്ലീവിന് ഇതുപോലെ ഒരു ഭാഗം നമുക്കൊന്ന് എല്ലാ നടുവശത്തു നിന്ന് തന്നെ എടുക്കരുത് സ്ലീവ്. നമുക്ക് സ്ലീവ് എവിടെ നിന്നാണ് നമുക്ക് വീതിക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് സ്ലീവിന് 7 ഇഞ്ചാണല്ലോ നമുക്ക് സ്ലീവ്. അപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അളവ് നോക്കി. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് ഇവിടെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 സ്ലീവും കൂടിയും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് ഇതുപോലെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. കാരണം 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ, താഴെ ഭാഗത്ത് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ ഒരു ഭാഗം 10.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 10.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും ഈ 10.5 മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തു. പിന്നെ താഴെ വണ്ണം നമുക്ക് 5.25, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൊടുത്തു. ഇനി നമ്മൾ ഈ 3.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഈ 3.5 ഇഞ്ചിലേക്ക്. ഇനി നമ്മൾ ഈ ഒരു വീതിയും കൂടി ഇതുപോലെ തയ്യൽ തുമ്പ് താഴെ ഭാഗത്തെ വണ്ണത്തിലേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോൾ സ്ലീവ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താഴെ ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലും പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ അത് ആ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 3/4 സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്ലീറ്റ് എലാസ്റ്റിക് നൈറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് നമ്മൾ 8 ഇഞ്ച് 7 ഇഞ്ച് ലെങ്ത്തിലുള്ള സ്ലീവ് മാത്രമേ കൊടുക്കണുള്ളൂ. 14 ഇഞ്ച് 15 ഇഞ്ചിലൊക്കെ ലെങ്ത്ത് വരുന്ന സ്ലീവ് എങ്ങനെയാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ യോക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് നൈറ്റിയിൽ നിന്നും നമ്മൾ ഈ യോക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ വീതി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ടാപ്പ് എടുക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്നും ഈ ഒരു ഭാഗത്ത് നിന്നും ഇതിൻ്റെ ലെങ്ത്ത് എടുക്കട്ടെ. ഈ ഒരു വീതിയുള്ള ഭാഗത്തായ എത്രത്തോളം വീതി ഉണ്ട് നോക്കുക. ഈ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 14 ഇഞ്ചോളം നമുക്ക് വീതി ഇതിൻ്റെ വീതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് യോക്ക് ഭാഗത്തിന് 14ൻ്റെ പകുതി നമുക്ക് വരുമ്പോൾ 7 ഇഞ്ച് വരും. അപ്പോൾ 7 ഇഞ്ചിൽ അപ്പോൾ ഒരു 8 ഇഞ്ച് കേട്ടോ, 1 ഇഞ്ച് ഏറെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 5 ഇഞ്ചാകുമ്പോൾ 7 ഇഞ്ച് ലെങ്ത്തും ഒരു 8 ഇഞ്ചോളം വീതിയൊക്കെ ഉള്ള 4 പീസ് തുണി വേണം കേട്ടോ. അപ്പോൾ 4 പീസ് തുണി വേണം. അപ്പോൾ ഇനി 2 പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 4 തുണി പീസിലാണ് ചെയ്യാനൊന്നും കൂടി ഈസി എനിക്ക് തോന്നുന്നു. എങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിവിടെ 4 പീസ് തുണിയാണ് എടുക്കുന്നത്. ഒറ്റ പീസിലും ചെയ്തെടുക്കാം. നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് മടക്കി തയ്ച്ചാലും മതി. ഇപ്പോൾ ഈ അളവിന് 80 അങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത്. ഞാൻ 4 പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് വീതിയും 4 ഇഞ്ച് 7 ഇഞ്ച് ലെങ്ത്തും ഇല്ല തുണി ലെങ്ത്തിലുമാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ പീസ് 4 ലെയർ ആക്കിയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തുണി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് 7 ഇഞ്ച്, നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയാൽ നമുക്ക് 7 ഇഞ്ച് 7.5 ഇഞ്ചോളം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ വീതി 14 ഇഞ്ചാണല്ലോ നമ്മളെ യോക്ക് ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നമുക്ക് ഏറെ കൊടുക്കാം.
ബാക്കി വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാണ് അതിൻ്റെ വീതി. ഞാനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 4 ലെയർ ഉണ്ട്. പിന്നെ നമ്മൾ ലെങ്ത്ത് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് 7 ഇഞ്ച് മതി, 7 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 4 തുണിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റിലെ ഈ ഒരു ഭാഗം, മടക്ക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് 2 മടക്കാക്കിയിട്ട് വീണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് 4 പീസ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 4 പീസ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാ ഇനി നമുക്ക് 2 ഭാഗത്തേക്കും 2 വീതം പീസ് വേണം നമുക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കട്ടിങ് ചെയ്യാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട്, അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത്. ഫ്രണ്ടിൻ്റെ നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് യോക്ക് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ഭാഗം പിന്നെ നമ്മൾ അതിന്മേൽ ഒന്നും ചെയ്യണില്ല, സാധാ ഒരു നൈറ്റി കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത്തായി പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാലുള്ള നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഒട്ടും നമുക്ക് ഇലാസ്റ്റിക് നൈറ്റി തീരെ തയ്ക്കാൻ അറിയാത്തവർക്ക് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് അളവ് കിട്ടിയാലും നിങ്ങൾക്ക് ആ കറക്റ്റ് അളവിൽ നിന്നും നൈറ്റി തയ്ച്ചെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്ന തുണി ഈ ഒരു തുണിയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ കട്ട് ചെയ്യണതെന്നൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നമ്മളെ സ്റ്റിച്ചിങ് വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോകാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നൈറ്റിയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.